മായാതെ കൂടെ പോരും ജീവിത രീതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രപരിശുദ്ധാത്മാവിന്റെ എന്ത് പ്രയോജനം എന്ന് എനിക്കറിയില്ല. മരണം കടനെ പോലെ വരും എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളൊക്കെ പാടാറുണ്ട്, ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൽ മാറ്റമില്ല. ക്രൂശനായ ഈശോ മരിച്ചവനല്ല, ഉയർത്തവനാണ്, ജീവിക്കുന്നവനാണ് എന്ന അനുഭവമാണ് വിശുദ്ധ പൗലോസിനെ ഒരു വലിയ പുണ്യവാളനാക്കി മാറ്റിയത്. വിശുദ്ധ പൗലോസിനെ പോലെ സുവിശേഷ വേല ചെയ്ത ഒരു പുണ്യവാനും തിരുസഭയുടെ ചരിത്രത്തിൽ ഇല്ല എന്ന് പറയാറുണ്ട്. മറ്റ് അപ്പോസ്തലന്മാർ ചെയ്തതിലും വളരെ കൂടുതലായിട്ട് മിഷൻ പ്രവർത്തനം ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസിന്റെ ആ അനുഭവം, ക്രിസ്താനുഭവം ആ മനുഷ്യനെ മാറ്റിമറിച്ചു. എനിക്കും ദുഃഖമുണ്ട്. കാരണം പുളക്കാട്ട് കുടുംബവും കെട്ടിക്കാനാൽ കുടുംബവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങളോട് എല്ലാവരോടും ദുഃഖമുണ്ട്. ദുഃഖിതരോട് പറയുന്നത്, ഈശോ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ ഈശോ നൈമിലെ വിധവയുടെ ആ മകനെ ഉയർപ്പിക്കുമ്പോൾ ആ അമ്മയോട് പറയുക, വിളിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞാൻ കണ്ടൊരു ദിനമെൻ
ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോക ആരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതിലെ കാണാൻ പോകുന്ന ഇതിലെ വന്നേ, അതിലെ ആൾക്കാർ ഇതിലെ ഞാൻ കണ്ട ആൾക്കാർ ഇതിലെ മാറിക്കേ. ആ ഇരിക്കുന്നവരുണ്ടോ ഇല്ലേ, ബാക്കി എടുത്തുവിടാനാ പറഞ്ഞേ, അല്ലാതെ പിന്നെ ആൾക്കാർ കാണാൻ പറ്റുമോ? ഇത് കണ്ടെത്തി ആൾക്കാർ ഇങ്ങോട്ട് മാറിക്കേ. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ആമേൻ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടെ ആവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടെ ആവരുതേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. കർത്താവയ്ക്ക് നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും?
എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ല നീ അറിയുന്നു. പാപം വലുതാണെന്നോലെ കൃപയും വലുതാന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കയിൽ ഗണങ്ങളിരിക്കും ന്യൂനം. നാഥാ നീ പാപം ചെയ്തു നിനക്കെതിരായി കോപ്പിൽ കൂട് ചമയ്ക്കും. പ്രാവു കണക്കെ തിരുസഭ നിൽക്കും. കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യ നിനത്ത നേടിയ സഭയെ കൈവെടിയൽ. കടൽ നീങ്ങുന്നു നാം കരയെത്തുമ്പോൾ ധനമില്ലാത്തോ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മധ്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം. പറുദീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവെന്നെ കഠിനമായി ശിക്ഷിച്ചു. വേദന തിങ്ങിയങ്ങു നിലച്ചു കഴിഞ്ഞു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഖണ്ഡനീയായും കൂട്ടരുമന്നരിതിയിൽ നടന്നു. ഉപവാസത്താൽ അമ്പലവീതി ഞങ്ങൾക്ക്